ഹലോ. ഓണമായിട്ട് ഞങ്ങളെ കറങ്ങാൻ എങ്ങും കൊണ്ടുപോകുന്നില്ലേ പപ്പ എന്ന് പറഞ്ഞ് അച്ചുക്കുട്ടനും പൊന്നുകുട്ടിയും കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എന്നാ വാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പപ്പ അതേ വണ്ടി എടുത്തുണ്ടങ്ങ് ഇറങ്ങി. രണ്ടുപേരും കൂടെ ഓടി കയറി ചാടി കയറി പുറയിൽ അങ്ങ് കയറി ഇരുന്നിട്ട് കേട്ടോ. വണ്ടിയെ കയറി ഇരുന്നോടനെ തന്നെ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ ഇട്ട് പുറയിൽ അങ്ങ് കയറി അടിച്ച് പൊളിച്ച് അങ്ങ് ഇരിക്കുക കേട്ടോ. ഇതേ പോകുന്ന വഴിക്കാണെങ്കിൽ റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നല്ല രസത്തിൽ ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേ. അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ നല്ല ചുമല നിറത്തിൽ അങ്ങ് നല്ല രസമായിട്ട് ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ കയറിയത് റിലയൻസ് മാളിലാട്ടോ. ആലപ്പുഴ റിലയൻസ് മാളിൽ അച്ചുക്കുട്ടനും പൊന്നുകുട്ടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാരി കൂട്ടുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഓരോന്നൊക്കെ പിറക്കി എടുക്കുന്നുണ്ട്. അച്ചുക്കുട്ടനാണെങ്കിൽ നേരെ ഇതേ ചോക്ലേറ്റിൻ്റെ സൈഡിലോട്ടാണ് പോയത് കേട്ടോ. അവന് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് അവൻ എന്തൊക്കെയോ തപ്പി എടുക്കുന്നുണ്ട്. ഒരു സ്നിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സ്നിക്കേഴ്സും പൊക്കിക്കൊണ്ടാണ് വരവേ. അടുത്തത് സ്പ്രൈറ്റ് വേണമെന്നും പറഞ്ഞ് പപ്പാനെയും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ നോക്കിയപ്പോഴത്തേക്കിനും ഒന്ന് ചെറുതായിട്ടോ. അത് കഴിഞ്ഞൊരു വലിയ ബോട്ടിലിരിക്കുന്നത് കണ്ട് അത് തുറക്കാൻ നോക്കിയിട്ട് ആൾക്ക് തുറക്കാൻ പറ്റുന്നില്ലേ. അങ്ങനെ പപ്പാനെ കൊണ്ട് നേരെ ചെന്ന് പപ്പാനെ കൊണ്ടുവന്ന് അത് തുറക്കിച്ച് ഒരു വലിയ ബോട്ടിൽ സ്പ്രൈറ്റും ഒക്കെ എടുത്തുകൊണ്ട് ദൈവം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ദൈവം എല്ലാം എടുത്ത് ബില്ലൊക്കെ അടിക്കാമെന്ന് കരുതി ബില്ലടിക്കാനായിട്ട് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ സ്പ്രൈറ്റൊക്കെ പൊട്ടിച്ച് അങ്ങ് കൂടി തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഞാനും പൊന്നുമൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അച്ചുകുട്ടൻ വന്നില്ല. അവനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. അവൻ അവിടെ കറങ്ങി നടന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലോട്ട് പോയി. അവിടെ ഈസക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുവാണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് അങ്ങ് കറങ്ങി നടത്തുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഈസക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അവളങ്ങ് ചപ്പിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഐസ്ക്രീമേ. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ തീർന്ന് മേളിലോട്ട് നോക്കി ആ കോണയിലായിരുന്നു അടുത്ത പിടുത്തം. അത് കഴിഞ്ഞ് പൊന്നും ഇസക്കുട്ടിയും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.